നിനച്ചിരിക്കാത്ത നേരത്ത് ആർത്തലച്ചെത്തിയ പാറക്കൂട്ടങ്ങളിൽ നിന്നും വൻമരങ്ങളിൽ നിന്നും തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്നുമെല്ലാം ഗുരുതര പരിക്കേറ്റ നിരവധി പേരാണ് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഇപ്പോഴും നരകയാതന അനുഭവിക്കുന്നത്. തുടർ ചികിത്സയ്ക്ക് വകയില്ലാതെ വാടക കെട്ടിടങ്ങളിൽ വേദന തന്ന് കഴിയുന്ന ഈ മനുഷ്യരെ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ആക്ഷേപം. ദുരിതത്തിൽ ഗുരുതരമായി പരിക്കേറ്റവർക്ക് പുറമെ നിത്യരോഗികളായി നേരത്തെ ദുരന്ത മേഖലയിൽ കഴിഞ്ഞിരുന്നവരും തുടർ ചികിത്സയ്ക്ക് വഴിയില്ലാതെ ദുരിതത്തിലാണ്. 6 മാസത്തെ തുടർ ചികിത്സ കൂടി വരുമ്പോൾ നമുക്ക് ഇവിടെ ലക്ഷങ്ങൾ ഇനി വേറെ വേണം. നിലവിൽ ലക്ഷക്കണക്കിന് രൂപ നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ ചെലവായി. അതേസമയം ദുരന്തബാധിതരുടെ തുടർ ചികിത്സയുടെ പണം സർക്കാർ നിർവഹിക്കുമെന്നും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. അതായത് തുടർ ചികിത്സ വേണ്ടവർക്ക് സർക്കാർ ആശുപത്രിയിൽ സൗജന്യമാണ്. അത് സൗജന്യമാണെന്ന് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് എഴുതിയതാണ്. ഒരു പുതിയ കാര്യമാണെന്നുള്ളതുകൊണ്ട് പറഞ്ഞതല്ല. അതിനെ അപഹസിക്കുന്നവരുണ്ട്. എല്ലാത്തിലും അതാണല്ലോ ആദ്യം വരെ. പക്ഷെ അതിന്റെ രണ്ടാമതായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, തുടർ ചികിത്സ സർക്കാർ ആശുപത്രിയിൽ ലഭ്യമായില്ലെങ്കിൽ കോഴിക്കോട്, വയനാട് ജില്ലകളിലുള്ള സ്വകാര്യ ആശുപത്രികൾ അത് ചെയ്യാം. അത് DMO തന്നെ നിശ്ചയിക്കുന്ന ഒരു പാനൽ പരിശോധിച്ച് അവരുടെ ബില്ല് അവർ തന്നെ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകും. ക്യാബ്സ് അംഗീകരിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ബാക്കി നമ്മുടെ അടിയന്തര ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും കൊടുക്കാം. അപകടത്തിൽ പരിക്കേറ്റതും നിത്യരോഗികളുമായി 113 പേർക്ക് തുടർ ചികിത്സ ആവശ്യമുണ്ടെന്നാണ് മേഖലയിൽ സ്വകാര്യ സംഘടന നടത്തിയ സർവേയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ആശ്രിതർ ദുരന്തത്തിൽ മരിക്കുകയോ ജോലി നഷ്ടപ്പെടുകയോ ചെയ്തവരും കൂട്ടത്തിലുണ്ട്. ആശുപത്രി വാസത്തിനും ക്യാമ്പിലെ ജീവിതത്തിനും ശേഷം വാടക വീടുകളിലേക്ക് മടങ്ങിയ മനുഷ്യർക്ക് തുടർ ചികിത്സയാണിപ്പോൾ വെല്ലുവിളിയാവുന്നത്. സീ മലയാളം ന്യൂസ്, വയനാട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.